ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു അടിപൊളി വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തീർത്ഥാത്തയുടെ ചാനലിലിരുന്നുകൊണ്ട് നമ്മുടെ മൊണ്ണൻ മകൻ ഈ പ്രൈമറി എന്തോ സർക്കാർ പണിഞ്ഞു എന്ന വീട്ടിലാണ് ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. എടാ നാറി മൊണ്ണ, എടാ ശശിയുടെ മോനെ, നിനക്ക് ഉളുപ്പുണ്ടോടാ? എടാ സർക്കാർ പണിത് തന്ന വീടാണെങ്കിൽ നിനക്ക് എന്ത് തോന്നിയ ദിവസം പറയാമെന്നോ? പിന്നെ സർക്കാർ അന്ന് പണിഞ്ഞു തന്ന വീടാന്ന് പറഞ്ഞാൽ എനിക്കൊരു നാണക്കേടുമില്ല. കാര്യം സർക്കാർ പണിത് തന്ന വീട് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ SS നിവാസി നായിൻ്റെ നറി, നീ പറയുന്ന കണക്ക് ശുനകപുത്ര, എടാ നീ വലിയ അടികാരൻ. നീ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുണതം തട്ടുകട എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാപനമുണ്ട്, വീട്ടിൻ്റെ അടുത്തല്ലേ, നിങ്ങൾക്ക് ആർക്കും ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കാം കേട്ടോ. അപ്പോൾ പുണർത്തം തട്ടുകട എന്ന് പറഞ്ഞ ഇതുണ്ട്, അവിടെ പോയി അന്വേഷിച്ചപ്പോൾ നിന്നെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇനി ഇല്ലെങ്കിൽ നിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം ഞാനിവിടെ വെച്ചേക്കാം. അപ്പോൾ എനിക്കറിയാൻ പറ്റിയ ചില കാര്യങ്ങളിൽ നീ ഭയങ്കര അടികാരനല്ലേ. നിൻ്റെ പെണ്ണുമ്പുള്ള അവിടെ ഇരുന്നുകൊണ്ട് ഇനി നിൻ്റെ വീട്ടുകാരെ തേച്ച് നീ അറിഞ്ഞിട്ടാണോ എന്നെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ എന്ന് അറിയില്ല. കാര്യം നീ എന്തായാലും അവിടെ പോയി കിടക്കുകയാണ്, നിന്നെ കൊണ്ട് കഴിവില്ല. അപ്പം നിൻ്റെ പെണ്ണുമ്പുള്ള അയൽവാസി ഒരുത്തൻ്റെ കൂടെ ഡിങ്കോൾഫിക്ക് പോയിട്ട് അവൻ്റെ പെണ്ണുമ്പുള്ള പിടിച്ചടിച്ചപ്പം അവക്ക് രണ്ടെണ്ണം ആ പെണ്ണിനെ അടിക്കാൻ നിന്നെ കൊണ്ടാവതില്ല. നീ നാട്ടിലുണ്ടെങ്കിൽ എന്നെ കയറി ഇങ്ങ് ഒലത്തിക്കളയുമെന്ന് പറയുന്നേ. എന്ത് ഊളയാടാ നീ. പിന്നെ ദേവഗിരി എൻജിനീയറിങ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് അറിയാമോ? ഇതൊക്കെ ആരുടെയാണ് എന്താണ് എന്നൊക്കെ നീ ആദ്യം ഒന്ന് പറയണം. പിന്നെ നമ്മുടെ ചോപ്സ് എന്ന് പറയുന്ന ബാർബർ ഷോപ്പ്, അത് ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ SS നിവാസി, എടാ ആദ്യം നീ ഒരു ഉളുപ്പുമില്ലാതെ നിൻ്റെ തന്തയ്ക്ക് ഓഹരി കിട്ടിയ ഇതിനകത്ത് പഴയ കെട്ടിടം, എടാ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടൂടെ ഇടാ നാറി. ഞാൻ എൻ്റെ വീടിൻ്റെ ഫോട്ടോ നാളെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. എൻ്റെ ഒരു കുഞ്ഞു വീടാണ്. ഇപ്പം പറഞ്ഞ കണക്ക്, ഈ പരനാറി പറഞ്ഞ കണക്ക് ഇതിപ്പോൾ സർക്കാർ വെച്ച് തന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒലക്കയുടെ മൂടുമില്ല. കാര്യം അടിസ്ഥാനപരമായിട്ട് സർക്കാർ വെക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീട് വെക്കുമ്പം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പെങ്ങളും ദുബായിൽ നിന്ന ടൈമിലാണ് ഈ വീട് വെക്കാനുള്ള പ്ലാൻ വരുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞിട്ട് കൊറോണയുടെ ഒരു ടൈം വരുന്നു. അപ്പം കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ മിസ്സായി. അങ്ങനെ ഞങ്ങൾ ഈ വീടിന് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പേസ്മെൻറ്റ് അത് കെട്ടിയിട്ടല്ല നമ്മൾ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഉദാഹരണം, ഒരു വീട് പണിയുമ്പോൾ പേസ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ വെറും ബെൽറ്റ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിലാണ് വീട് പണിതേക്കുന്നത്. പേസ്മെൻറ്റ് ഇല്ലാതെ ഒരു വീട് ആർക്കും വെച്ച് കൊടുക്കത്തില്ല, വെക്കാൻ അനുമതിയില്ല. പിന്നെ 1000 സ്ക്വയർ ഫീറ്റിനകത്ത് മാത്രമേ ഈ വീട് വെക്കാൻ പറ്റൂ. ഇത് രണ്ടാമത്തെ കാര്യം. ഇല്ലെങ്കിൽ ശശിയണ്ണനായിരിക്കണം സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാൻ പറ്റത്തില്ല. ഇതൊക്കെ സാമാന്യ ബുദ്ധിയും വിവരമുള്ള മൊണ്ണനല്ലാത്ത മൊണ്ണയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷീറ്റിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് 1150 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. അപ്പം ഇത് എൻ്റെയും പെങ്ങളുടെയും അധ്വാനത്തിലാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുമില്ല. ഞാനും പെങ്ങളും കൂടാണ് വെച്ചത്. പെങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പൈസ കൊടുക്കാണ്ട്, ബാലൻസ് ഒരു ഇതുമില്ല. പക്ഷേ ഒരു ഉളുപ്പുമില്ലാതെ എന്തു പറയുന്നത്, അച്ഛൻ പണിത വീട്ടിൽ കയറി കിടന്നുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ ഭാര്യയും പിള്ളേരെയൊക്കെ അവിടെ ഇട്ടിട്ട് ആ വീടൊന്ന് പെയിൻ്റ് അടിക്കാൻ പോലും ഉള്ളൊരു ത്രാണിയില്ലാത്ത നീയാണോ നാറി എന്നോട് പറയുന്നത്? നീ വലിയ അടികാരനാണെങ്കിൽ നിൻ്റെ ഭാര്യയ്ക്കിട്ട് തല്ലിയൊക്കെ ഇട്ട് പറ. അല്ലെങ്കിൽ എന്നും രാത്രിയിൽ വന്ന് കയറുന്ന അവനിട്ട് കൊടു. ഒരു ഉളുപ്പമില്ലാതെ മതിലുകാടി ഒരുത്തം വരത്തില്ലേ, അവനിട്ടടി. നീ എനിക്കിട്ടടിക്കാൻ വേണ്ടി, നിനക്ക് നാട്ടുകാർക്ക് ഇട്ടടിക്കാൻ വേണ്ടി ഭയങ്കര താല്പര്യം വന്നല്ലോ. എടാ ആദ്യം സ്വന്തം വീട് നന്നാക്കണം നാറി. ഞാനല്ല ലോകം നന്നാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിയിടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാറി. ശൂനകൻ്റെ പുത്തനോ? എടാ ശശിയായാലും ഒക്കെ ഉള്ള കാര്യം പറയുവാണ്. നീ ജനിച്ചതേ ഒരു ശശി കുടുംബത്തിലാണ്. അപ്പം നിന്നെപ്പറ്റി നിൻ്റെ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണല്ലോ മുത്തേ. ഞാൻ എന്താ എൻ്റെ വീട്ടിൽ ഇരുന്നേ ഉള്ളൂ, എങ്ങും പോയിട്ടില്ല. പക്ഷെ നിന്നെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് നീ ഇന്ന് വെല്ലുവിളിക്കുന്നതൊക്കെ കണ്ട് അയ്യോ അവന് കൊടുക്കാൻ വേണ്ടി ഇവന് കൊടുക്കാൻ വേണ്ടി, എടാ ഓരോ ഒലക്കയുടെ മൂടുമില്ല. തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എല്ലാം ഇതാവും. പിന്നെ നീ പറയുന്നത് നാട്ടിലെ പിണ്ണാക്കുണ്ടെന്ന്. ഏത് പിണ്ണാക്ക്? നാട്ടിലെ പിണ്ണാക്കുകാരുടെ ഇന്ന് തല്ല് വാങ്ങിയിട്ട് ഗൾഫിൽ ഒളിച്ചോടി കിടക്കുന്നവനാണ് പറയുന്നത് നാട്ടിൽ പിണ്ണാക്കുണ്ടെന്ന്.
നാട്ടിലിറങ്ങി നോക്കത്തില്ല ഈ നാറിക്ക്. ഈ നാട്ടിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഇതേ കണക്ക് എന്തോ നാട്ടിലങ്ങാണ്ട് വന്നപ്പം ഇതേ കണക്ക് എന്തോ സൈബർ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ഇതായി പാസ്പോർട്ടോ മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇവനെ പറ്റി നാട്ടിൽ നല്ല ബഹുത്ത അഭിപ്രായമാണ്. ഇന്ന് വൈകിട്ട് രാത്രി 9:30 എന്നെ ഒരാൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരും. അളിയും പണി കൊടുത്തപ്പോൾ അറിഞ്ഞില്ലല്ലേ മച്ചാമ്മോര് നമ്മുടെ അടുത്ത് വരുമെന്ന്. മകനെ മകനെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ താത്തയുടെ പ്രധാനമന്ത്രിയോടുള്ള ആദരവിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതൊന്നും ഒരു കുഴപ്പമില്ല, താത്തയ്ക്ക് അത് വിഷയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം തീർത്താത്തയായാലും കൂടെ ഉള്ളവരായാലും എല്ലാം ഒന്നാം തരം നല്ല ബെസ്റ്റ് ഫാമിലിയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയുള്ളൂ. മകനെ, നീ ആദ്യം അടികാരനാവുന്നതിന് മുമ്പ് എന്നും രാത്രിയിൽ നിൻ്റെ ഭാര്യയുടെ അടുത്ത് കയറുന്നവനെ ഒന്ന് അടിച്ച് കാണിക്കും, എന്നിട്ട് നീ മറ്റുള്ളവരെ ആച്ചാൻ പോകും. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ എൻ്റെ മൊണ്ണൻ മോനെ. നിന്നെ മൊണ്ണാന്ന് ഞാൻ അറിയാതെ വിളിച്ചാൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടും പറയണം. നീ മൊണ്ണനാണ്. നിൻ്റെ അച്ഛനും അമ്മയും ശശിയായി പോയതിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പേരിട്ടതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ നീ ഇതുപോലൊരു സോമനായി പോവല്ലായിരുന്നു കേട്ടോ. നീ ഇങ്ങനൊരു സോമനായി പോവല്ലായിരുന്നു. കാര്യം ഈടെ ഒരു ഉളുപ്പുണ്ടോടാ. സ്വന്തം അപ്പനും അമ്മയ്ക്ക് ആ ഒരു നല്ല അപ്പനെയും കണ്ടു അമ്മയും കണ്ടു, അവരുടെ ഫോട്ടോയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടൊരു എന്താ പറയുക പാവത്തുങ്ങളെ കണക്ക് തോന്നുന്നു. ഇവരെയൊക്കെ മകനായിട്ട് നിന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കണ്ട സ്ത്രീകളെയെല്ലാം അസഭ്യം പറയുന്നത്, നിൻ്റെ ഭാര്യയും നിൻ്റെ പെങ്ങളെയും നിൻ്റെ മറ്റവൻ്റെ കൂടെ പോകുന്ന അവളെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെങ്ങനെ ഫീൽ ചെയ്യൂടാ? എന്നിട്ടാണോ നീ ഒരു ഉളുപ്പുമില്ലാതെ ഇവളുടെ കാലിൻ്റെ കീഴിൽ കയറി കിടക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. എടാ നാണവമാനം ഉണ്ടെങ്കിൽ പോയി ചാവ് നീ, അത്രേ ഉള്ളൂ. അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സമാപ്തിയുമാണ്. അപ്പോൾ മോൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറി കിടക്കത്തില്ല. ഇത് ഈ സർക്കാർ പണിത് തന്ന വീടായാലും ഞാൻ അന്തസ്സായിട്ട് കയറി കിടക്കും, മനസ്സിലായോ? അപ്പം ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.